സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് പൂരക്കളി. ഈ പൂരക്കളിയിലെ ഏറ്റവും ആകർഷണ കേന്ദ്രമായിരിക്കുന്നത് നമ്മുടെ 9 ടീമിനെ പരിശീലിപ്പിക്കുന്ന പ്രമോദ് മാഷാണ്. ഈ പ്രമോദ് മാഷ് ഈ വർഷം 9 ടീമിനെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രമോദ് മാഷിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വർഷം 9 ടീമിനെയും കൊണ്ട് കൊല്ലത്തേക്ക് മത്സരിക്കാനാണ് വന്നത്. അപ്പം ഈ വർഷം എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ സാറിന്റെ ഒരു അനുഭവം ഈ 9 ടീമിനെയും കൊണ്ട്? കാരണം സോഷ്യൽ മീഡിയയിലെല്ലാം സാറിന്റെ കണ്ടു 9 ടീമിനെയും കൊണ്ടാണ്. അതിൻ്റെ ഒരു സംഗതി പറയണത്, ആദ്യം ഞാൻ കലോത്സവത്തിൽ വരുന്ന 25 വർഷങ്ങൾക്ക് മുന്നെയാണ്. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് 25ാമത്തെ വർഷമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, പൂരക്കളി ആദ്യമൊക്കെ വളരെ കുറച്ച് ടീമുകൾ മാത്രമാണ് പൂരക്കളിയിൽ മത്സരിക്കുന്നത്. ഇന്നിപ്പം എല്ലാ ജില്ലക്കത്തുനിന്നും സജീവമായ പ്രാതിനിധ്യം പൂരക്കളിക്ക് ഉണ്ട് എന്നുള്ളത് ഒരു പൂരക്കളി കലാകാരൻ എന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ 9 ടീമിന് ഏകദേശം ഒരു 10 വർഷത്തോളമായി 12 ടീം വരെ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ അത് 9 ടീമായി. ഈ വർഷം 9 ടീമിനെയും കൊണ്ടാണ് കലോത്സവ രംഗത്തേക്ക് വന്നത്. അപ്പോൾ 9 ടീമിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് വെച്ചാൽ, ശരിക്കും പൂരക്കളിയുടെ ഒരു ഈറ്റില്ലെന്ന് പറയുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയാണ്. അവിടെ നിന്നാണ് ഏറ്റവും ശക്തമായ മത്സരത്തിലൂടെ സ്റ്റേറ്റിലേക്ക് വരുന്നത് ടീമുകൾ. മറ്റ് ജില്ലകളിൽ അപേക്ഷിച്ച് ഏറ്റവും ശക്തമായ മത്സരത്തിലൂടെയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ടീമുകൾ വരുന്നത്. അപ്പോൾ അവിടുന്ന് 2 ജില്ലക്കകത്തു നിന്നും ടീമുകൾ ഉണ്ട് എന്നുള്ളത് പിന്നെ അവിടെ ഒരു ഇത് വിളിച്ചോതുന്നതാണ്, അതിൻ്റെ ഒരു തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള. പിന്നെ പൂരക്കളി ശരിക്കും പറഞ്ഞാൽ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ തെക്കൻ ജില്ലകളിലും പൂരക്കളി എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അവിടെ നമ്മുടെ ഈ അവർണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പൂരക്കളി കളിക്കുന്നത്, ക്ഷേത്രങ്ങളിലും കാവുകളിലും. അപ്പോൾ പൂരക്കളി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി അതിൻ്റെ ആ ഒരു മുഖം മാറി ഒരു ജനകീയ മുഖം കൈവന്നു എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. എല്ലാ വിഭാഗം കുട്ടികളും പൂരക്കളി കളിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം എല്ലാ വർഷവും നടക്കുന്ന പോലെ ഈ വർഷം കൂടുതൽ ടീം ഉണ്ടോ അതോ? പൂരക്കളിക്ക് ശരിക്കും ഇപ്പോൾ കുറേ വർഷമായിട്ട് പിന്നെ 14 ജില്ലക്കകത്തു നിന്ന് അപ്പീലിലൂടെയും ടീമുകൾ വരുന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൊല്ലത്ത് എത്തിയപ്പോൾ വേദികളെ കുറിച്ച് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടുവന്ന വേദി പോലെ ഇല്ല, ഒരു ഗൗരവ കുറവ് തോന്നുന്നു നമുക്ക്. നമ്മൾ വേദികൾ തമ്മിലുള്ള ഇത് വ്യത്യാസവും ഒരു ഭയങ്കര, നമ്മളിപ്പോൾ ഈ വേദിയിൽ മാത്രമേ, ഞാൻ എല്ലാ കലോത്സവത്തിനും ഞാൻ എല്ലാ വേദികളിലും പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പ്രയാസമുണ്ട്. ഈ പൂരക്കളിക്ക് നമ്മളിവിടെ ഈ പിന്നെ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിലാണ് പൂരോത്സവം എന്ന് പറഞ്ഞ ഒരു ഉത്സവം നടക്കുന്നത്. അതോടനുബന്ധിച്ചിട്ടാണ് പൂരക്കളിയും ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്നത്. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഈ വ്രതങ്ങൾ നോട്ടിട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതിന് പ്രത്യേകമായിട്ട് വ്രതങ്ങളൊന്നും ഇല്ല. ഇത് പിന്നെ ഒരു ആയോധന കലയായതുകൊണ്ട് തന്നെ ഒരു പിന്നെ മെയ്വഴക്കം അത്യാവശ്യമുള്ള ഒരു കലാരൂപമാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ പരിശീലനം ഒരു നല്ല സമയദൈർഘ്യം വേണ്ടി വരുന്ന ഒരു കലാരൂപമാണ്. പക്ഷേ ഒരു 2-3 മാസങ്ങൾ എടുക്കും നമ്മളൊരു കുട്ടിയെ പരിശീലിപ്പിച്ചെടുക്കാം, ഒരു ടീമിനെ പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾ ചെയ്യുന്ന അതേ ഇത് ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം വെച്ചാൽ ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെ അവരുണ്ട്, പാട്ടിൻ്റെ ശൈലിയിലായാലും അതുപോലെ തനത് ശൈലി, മെയ് വഴക്കത്തിൻ്റെ ശൈലി, നമ്മളൊരു സാധനം പറിച്ചു നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു അഭാവം നമ്മുടെ തെക്കൻ ജില്ലകളിലെ പൂരക്കളിക്കുണ്ട്. ഇതാണ് പ്രമോദ് മാഷും കുട്ടികളും. ബാക്കി 8 ടീമുകൾ അണിയറയിൽ അണിയൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറാമാൻ ഫാസിലിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. Al Azhar Group of Institutions, Perambalichira, Thudukkuda.